നമസ്കാരം. ന്യൂസ് എറ്റ് 9 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമലയിൽ ഇതുവരെ കണ്ടത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമെന്ന് തോന്നിക്കുന്ന നിരീക്ഷണങ്ങളാണ്. ഹൈക്കോടതി വാതിൽപ്പാളി തന്നെയാണോ എന്ന സംശയവും പ്രകടിപ്പിച്ചു. നിലവിലെ ബോർഡിന് പങ്കില്ലെന്നും കോടതിക്ക് സംശയമില്ലെന്നും ആശ്വാസം കണ്ടെത്തിയിരുന്ന സർക്കാരിന് തിരിച്ചടി നൽകി പുതിയ ഭരണസമിതിയുടെ കാലത്ത് നടന്ന ഇടപാടുകളിലും കോടതി സംശയമുന്നയിച്ചിരുന്നു. 2019 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഈ വർഷം വീണ്ടും സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് നിലവിലെ ബോർഡ് സംശയനിഴലിലായത്. കോടതി നിരീക്ഷണത്തോടെ ഭരണസമിതിക്ക് കാലാവധി നീട്ടി നൽകാനുള്ള തീരുമാനം ഉപേക്ഷിച്ചിരിക്കുകയാണ് സർക്കാർ. അന്വേഷണം നിലവിലെ ബോർഡിലേക്ക് നീങ്ങുമ്പോൾ ആരൊക്കെ കുടുങ്ങും? കൂടുതൽ അറസ്റ്റുണ്ടാകുമോ? ഇതൊക്കെയാണ് അറിയേണ്ടത്. വിശദമായി നോക്കാം. സ്വാഗതം. കോടതി കടുപ്പിച്ചതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ നടപടിക്ക് സർക്കാർ. നിലവിലെ ബോർഡിന്റെ കാലാവധി നീട്ടില്ല. PS പ്രശാന്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കും. TK ദേവകുമാർ പുതിയ അധ്യക്ഷനായേക്കും. അന്തിമ തീരുമാനം നാളത്തെ CPM സെക്രട്ടേറിയറ്റിൽ. സ്വർണ്ണക്കൊള്ളയിൽ K വാസുവിന്റെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. A പത്മകുമാറും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക്. ചികിത്സ കിട്ടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ചെന്ന ആരോപണം. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി വേണുവിന്റെ ബന്ധുക്കൾ. ഗുരുതര അനാസ്ഥയെക്കുറിച്ച് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത്. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മുടെ ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല. ഒന്ന് തിരിഞ്ഞു പോലെ നോക്കത്തില്ല. ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലുമില്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായതിന്റെ ഇരയാണ് വേണുവെന്ന് VD സതീശൻ. വീണ്ടും വർഗീയ പരാമർശവുമായി വെള്ളാപ്പള്ളി. മുസ്ലിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് മലപ്പുറത്ത് ജീവിക്കാനാകൂ. മലപ്പുറം പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു. മുസ്ലിങ്ങളുടെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ മതാചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു കട പോലും അവിടെ തുടങ്ങാൻ സാധിക്കുമോ? ജനാധിപത്യം എവിടെ ഇരിക്കുന്നത്? അവിടെ മതാധിപത്യമാണ്. അവരുടെ മതത്തെയും മതാചാരങ്ങൾക്കും അനിഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്കൂടെ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ. PM ശ്രീയിൽ CPM CPIയോട് ചെയ്തത് ശരിയായില്ലെന്നും വെള്ളാപ്പള്ളി. പിണറായി ഇല്ലെങ്കിൽ LDF 6 നിലയിൽ പൊട്ടുമെന്നും വെള്ളാപ്പള്ളി ന്യൂസ് 18നോട്. അങ്കമാലിയിലെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ കുറ്റം സമ്മതിച്ച് അമ്മുമ്മ. 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നത് കുടുംബത്തോടുള്ള ദേഷ്യം കാരണമെന്ന് റോസ്ലി. അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു. വർക്കലയിലെ ട്രെയിൻ അതിക്രമത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. കൂടുതൽ സാക്ഷികളുടെ മൊഴിയെടുക്കും. ആക്രമിക്കപ്പെട്ട ശ്രീകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. നേമം മണ്ഡലത്തിന്റെ ചുമതലയിൽ നിന്ന് രാജിവെച്ച KPCC ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ്. CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിങ്കളാഴ്ച. 3 ഏരിയ സെക്രട്ടറിമാരും 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മത്സര രംഗത്ത്. പാലക്കാട് BJPക്ക് വെല്ലുവിളിയായി ആഭ്യന്തര തർക്കങ്ങൾ. ഈരാറ്റുപേട്ട നഗരസഭയിൽ UDF വെൽഫെയർ പാർട്ടി സഖ്യം. ബീഹാറിൽ ആദ്യഘട്ടത്തിൽ 61.31% പോളിംഗ്. ഭരണ തുടർച്ച ഉറപ്പെന്ന് നിതീഷ് കുമാർ. ബീഹാർ മാറ്റത്തിന് തയ്യാറായി എന്ന് ലാലു പ്രസാദ് യാദവ്. വാഹന വ്യൂഹം ആക്രമിക്കപ്പെട്ടതിൽ RJDക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഉപമുഖ്യമന്ത്രി. വിജയ് കുമാർ സിൻഹയും RJD MLA അജയ് കുമാറും തമ്മിൽ വാക്കേറ്റം. राजद के गुंडा को हम ठीक कर देंगे. राजद के गाड़ी फेंकते हो, गाड़ी नहीं फेंकता गाड़ी. ഓസ്ട്രേലിയക്കെതിരായ 4ാം T20യിൽ ഇന്ത്യക്ക് 48 റൺസിന്റെ തകർപ്പൻ ജയം. 168 റൺസ് പിന്തുടർന്ന ഓസീസ് 119 റൺസിന് പുറത്ത്. അക്സർ പട്ടേൽ കളിയിലെ താരം. 5 മത്സരങ്ങളുടെ പരമ്പര കൈവിടില്ലെന്നുറപ്പാക്കി ഇന്ത്യ. വാർത്തകളിലേക്ക് വിശദമായി. കോടതി കടുപ്പിച്ചു. പ്രശാന്ത് പുറത്തേക്ക്.
ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അതീവ രഹസ്യമായാണ് അന്വേഷണം തുടരുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസുമായി ബന്ധപ്പെട്ട് 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ എ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിനായി വൈകാതെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി പത്തനംതിട്ട കോടതിയിൽ SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ മൂന്നാം പ്രതിയായി കൃത്യമായി എടുത്തു പറഞ്ഞിരുന്ന 2019 ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെയും ഒരുപക്ഷെ കടുത്ത നീക്കങ്ങളുടെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളും SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കടന്നേക്കാം. വരുന്ന 10-ാം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. അതോടൊപ്പം മണ്ഡലകാലം തുടങ്ങാൻ ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ സന്നിധാനത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന അടക്കമുള്ള നീക്കങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് വിവരം. ഈ വാതിൽപ്പാളിയിലെ സ്വർണം ഉരുക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് എൻ വാസു കൃത്യമായി അതിന്റെ ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ വാസുവിന്റെ അറിവോടെയാണ് ഇത് നടന്നിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ശരിവെക്കുന്ന തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യലിനായി വീണ്ടും എൻ വാസുവിനെ കസ്റ്റഡിയിലെടുക്കുകയോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയാകും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. അന്വേഷണം തീരാൻ ഇനി 4 ആഴ്ചയിൽ താഴെ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആകെ 6 ആഴ്ചയ്ക്കകം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിനിടയിൽ വലിയ രാഷ്ട്രീയ വിമർശനം കൂടി SITക്കെതിരെ ഉയരുന്നുണ്ട്. അതായത് എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അടക്കം ബോധപൂർവ്വം വീഴ്ചപ്പെടുത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘമെന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്ത് എത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അതീവ രഹസ്യമായി എന്നാൽ കൃത്യമായി പഴുതുകൾ അടച്ചുള്ള അന്വേഷണമാണ് SITയുടെ ഭാഗത്തുനിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും PS പ്രശാന്തിനെ മാറ്റും. സ്വർണ്ണമോഷണ കേസിലെ കോടതി പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ ഭരണസമിതിക്ക് കാലാവധി ദീർഘിപ്പിച്ച് നൽകേണ്ട എന്നാണ് ധാരണ. ഹരിപ്പാട് മുൻ MLA TK ദേവകുമാറിനെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. മുൻ MP A സമ്പത്ത്, NSS വൈസ് പ്രസിഡന്റ് M സംഗീത് കുമാർ തുടങ്ങിയ പേരുകളും ചർച്ചയിൽ ഉണ്ട്. നാളെ CPM സെക്രട്ടേറിയറ്റ് യോഗം പുതിയ ഭരണസമിതിയെ നിശ്ചയിക്കും. PS പ്രശാന്തിന് ദേവസ്വം ബോർഡ് അധ്യക്ഷ ഒരു ടൈം കൂടി നൽകാൻ നേരത്തെ CPM ആലോചിച്ചിരുന്നു. മികച്ച രീതിയിൽ ദേവസ്വം ബോർഡ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രശാന്തിന് കഴിഞ്ഞുവെന്ന വിലയിരുത്തലാണ് CPM-നുണ്ടായിരുന്നത്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഈ തീരുമാനത്തിൽ നിന്ന് CPM-നെ പൂർണ്ണമായും മാറ്റി എന്ന് വേണം കരുതാൻ. അതിനുശേഷം നേരത്തെ ഒരു ഓർഡിനൻസ് ഇറക്കി ബോർഡിന്റെ കാലാവധി ജൂൺ മുതൽ ജൂൺ വരെ എന്ന നിലയിലേക്ക് 6 മാസത്തേക്കെങ്കിലും ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാനായിരുന്നു CPM ആലോചിച്ചത്. പക്ഷേ ഇപ്പോൾ അത്തരം ആലോചനയില്ല. നേരത്തെ തന്നെ പുതിയ ഭരണസമിതി വരട്ടെ തീരുമാനം CPM സ്വീകരിച്ചിരുന്നു. CPI-യും പുതിയ ഭരണസമിതിയാണ് നല്ലതെന്ന് CPI നേതൃത്വത്തെ അറിയിച്ചു. അങ്ങനെയാണ് CPI തങ്ങളുടെ പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണൻ, CPI തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ അംഗം കൂടിയ വിളപ്പിൽ രാധാകൃഷ്ണനെ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ വിളപ്പിൽ രാധാകൃഷ്ണന്റെ പേര് നിർദ്ദേശിച്ചത്. CPM പുതിയ ആളുകളെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതുപോലെ തന്നെ ഒരു അംഗത്തിന്റെ സ്ഥാനത്തേക്കും പുതിയ ആളുകളെ തീരുമാനിക്കും. നാളെ ചേരുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗമാകും ഔദ്യോഗികമായി പേരുകൾ തീരുമാനിക്കുക. പല പേരുകൾ CPM-ന്റെ പരിഗണനയിലുണ്ടായിരുന്നു. NSS-മായി ഉള്ള ബന്ധം മെച്ചപ്പെട്ട സാഹചര്യത്തിൽ NSS-ന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ M സംഗീത് കുമാറിനെ, തിരുവനന്തപുരത്തുള്ള M സംഗീത് കുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ CPM ഒരു ഘട്ടത്തിൽ ആലോചിച്ചിരുന്നു. പക്ഷേ അത് അനുകൂല പ്രതികരണം NSS-ന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. ഏതായാലും സംഗീത് കുമാർ എന്ന പേര് CPM ഉപേക്ഷിച്ചു. മാത്രമല്ല CPI-യുടെ പ്രതിനിധി നായർ സമുദായത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്തോ ആലപ്പുഴയുള്ള ഒരു ഈഴവ സമുദായത്തിലുള്ള നേതാവിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് CPM ആലോചിച്ചത്. സമ്പത്ത്, മുൻ MP കൂടിയ സമ്പത്തിന്റെ പേര് പരിഗണനയിലുണ്ടായിരുന്നു. ഇപ്പോൾ TK ദേവകുമാറിനെ, ഹരിപ്പാട് മുൻ MLA കൂടിയായ ആലപ്പുഴയിൽ നിന്ന് TK ദേവകുമാറിനെ പ്രസിഡന്റ് ആക്കാനാണ് CPM ആലോചിക്കുന്നത്. നാളത്തെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ധാരണയാകും. 13-ാം തീയതിക്കകം പുതിയ പേര് പ്രഖ്യാപിക്കും. ഓർഡിനൻസ് നീക്കത്തിനെതിരെ പ്രതിപക്ഷം അടക്കമുള്ളവർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് ഓർഡിനൻസ് ഉണ്ടാകില്ല. പകരം പുതിയ ഭരണസമിതി തന്നെ തിരുവനന്തപുരം ദേവസ്വം ബോർഡിൽ ചുമതല ഏൽക്കും. 14-ാം തീയതി ചുമതലയേൽക്കും. അത് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നീക്കം. നിലവിലെ ബോർഡിനെ അതേപടി നിലനിർത്തിയ കോടതിയിൽ നടക്കം വിമർശനം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവും CPM-നുണ്ടായി. അതിന്റെ ഭാഗമായാണ് പുതിയ ആളുകൾ തന്നെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വരട്ടെ തീരുമാനത്തിലേക്ക് CPM എത്തിച്ചേരാനുള്ള പ്രധാന കാരണം. തീർച്ചയായും എന്തായാലും ആ നിർണായക തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.
ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പിന്നിൽ രാജ്യാന്തര സംഘമുണ്ടെന്ന കോടതിയുടെ സംശയം ഗൌരവമേറിയതാണ്. അന്വേഷണം ഒച്ചിഴയുന്ന വേഗത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശബരിമല വിഷയം മുഖ്യ പ്രചാരണ വിഷയമാക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം. കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം ഉയർന്നത്. അടിയന്തര ശസ്ത്രക്രിയക്കെത്തിയ തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് വേണു സുഹൃത്തുക്കൾക്കയച്ച ശബ്ദ സന്ദേശം പുറത്തുവന്നു. ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ, അത് വാസ്തവം തന്നെ. അത് മനസ്സിലായില്ലയോ? കണ്ണൂര് ഒരു ഹോസ്പിറ്റലിനകത്ത് കയറി ഒരു ഡോക്ടറെയും 12 സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു പിതാവ്. അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത്. അത് കറക്റ്റാ. അത് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തോട് ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുക. ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല. ഒന്ന് തിരിഞ്ഞു പോലെ നോക്കത്തില്ല. ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലയോ? എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട്, ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് 6 ദിവസം തികയും. എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ സാത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാത്ത. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കുമെന്ന് ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു. എനിക്ക് എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത് അവർക്കൊരു കാരണവശാലും യാതൊരുവിധ ഐഡിയയില്ല. ഒരൈഡിയയില്ല. ഇവരിനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആത്മസാധനം വിളിച്ചു. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എൻ്റെ ഈ ജീവൻ വെച്ച് ചെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. മെഡിക്കൽ കോളേജിനെതിരെ കുടുംബാംഗങ്ങളും രംഗത്ത് വന്നു. ചോദിച്ചപ്പോൾ ഒരു ഡോക്ടർ തരാൻ പയ്യെങ്കിൽ ആ ഡോക്ടറിന്റെ അനാസ് തന്നെയാണ്. പിന്നെ ഡോക്ടേഴ്സ് പറയുമ്പോൾ പഠിക്കുന്ന ഡോക്ടേഴ്സ് ആയാലും അവർക്കറിയാം തലവേദനയ്ക്ക് എന്ത് ഗുളിക കൊടുക്കാം. അല്ലാതെ ഞാൻ നോക്കുന്ന പേഷ്യന്റ് അല്ല എന്ന് പറഞ്ഞു പോകുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ അനിയൻ മരിക്കാൻ എന്താ കുറ്റം കൊണ്ട് ഈ കൈക്കൂലിയുടെ കൂടുതൽ കൊണ്ടാണ്. അവര് കൈക്കൂലി ചോദിച്ചിട്ടാണ് എന്റെ അനിയനെ ചികിത്സ കൊടുക്കുന്നത്. എന്നാൽ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ. നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ള ആളെന്നും പരമാവധി ചികിത്സ ഉറപ്പാക്കിയിരുന്നെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചു.
അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ നെഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നോറിനെ തന്നെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലെ ഡോക്ടർമാർ കണ്ടിട്ടുണ്ട്. അവരുടെ ഗൈഡൻസ് അനുസരിച്ചാണ് ചികിത്സിച്ചിട്ടുള്ളത്. അതെല്ലാം വെരി മച്ച് ദെയർ ഇൻ ദ കേസ് ഷീറ്റ്. അല്ല, പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് വരുന്നത്. ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്ന് 24 hours കൊണ്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ് ആണെന്ന് കാർഡിയോളജി ഡോക്ടർമാരാണ് തീരുമാനിക്കുന്നത്. കാർഡിയോളജി പ്രൊഫസർമാരാ തീരുമാനിക്കുന്നത്. ഇല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശ്രദ്ധപ്പെട്ടിട്ടുമില്ല. മീൻവൈൽ പുറത്തുനിന്ന് ആരൊക്കെ ഈ പേഷ്യന്റിനെ പറ്റി പേഷ്യന്റ് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരൊക്കെ അന്വേഷിച്ചത് പ്രകാരം PRO ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പേഷ്യന്റ് കാര്യത്തിൽ മീൻസ് ചികിത്സ കിട്ടുന്നുണ്ടെന്ന് പോയി ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തന്റെ മരണത്തിന് ഉത്തരവാദി ആശുപത്രി അധികൃതരാണ് എന്ന് വേണുവിന്റെ ശബ്ദ സന്ദേശമാണ് വലിയ നിർണായകമായ തെളിവായി മാറിയിരിക്കുന്നത്. ഇതൊരു മരണമൊഴിയായിട്ട് തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നതും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അടക്കം കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 31 വേണു ചികിത്സ തേടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. 5 ദിവസമായി താൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു വന്നിട്ടും തനിക്ക് വേണ്ടുന്ന പരിചരണം നൽകിയില്ല എന്നാണ് വേണുവിൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്, തനിക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ ആശുപത്രി അധികൃതർ തന്നെയാകും ഇതിൻ്റെ ഉത്തരവാദി. ഇത് എത്രയും പെട്ടെന്ന് പുറംലോകത്തെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വേണു തൻ്റെ സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചത്. ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ആശുപത്രി അധികൃതർ കുടുംബത്തിൻ്റെ ആരോപണം പൂർണ്ണമായും നിഷേധിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയപ്പോൾ തന്നെ വേണുവിന് കൃത്യമായി ചികിത്സ നൽകി. മുൻപ് സ്ട്രോക്ക് വന്ന ആളാണ്. അതിന് ഘട്ടം ഘട്ടമായിട്ടുള്ള ചികിത്സാ രീതികൾ തന്നെയാണ് താങ്കൾ ചെയ്തത് എന്നതടക്കമാണ് ആശുപത്രി സൂപ്രണ്ട് ഇന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. പക്ഷേ ഈ വിശദീകരണങ്ങളൊന്നും തന്നെ കുടുംബം സ്വീകരിക്കുന്നില്ല. കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്, മൊഴി നൽകിയിരിക്കുന്നത് വേണുവിന് കൃത്യമായ ചികിത്സ ലഭ്യമാകാതെ തന്നെയാണ് വേണു മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വേണുവിന് മരണം സംഭവിച്ചത്. ഇന്ന് പന്മനയിലെ തൻ്റെ വീട്ടുവളപ്പിലായിരുന്നു വേണുവിൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടന്നത്. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് വേണുവിനുള്ളത്. വേണു ഒരു ഓട്ടോ തൊഴിലാളിയാണ്. പന്മന പ്രദേശങ്ങളിൽ ഓട്ടോ ഓടിച്ചാണ് ഉപജീവനം നടത്തി വന്നിരുന്നത്. വേണുവിൻ്റെ വിയോഗം നാടിനും നാട്ടുകാർക്കും വളരെ തേങ്ങലായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. കൊല്ലം പന്മനയിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടന്നു. ആരോഗ്യമന്ത്രിയുടെ ഫ്ലെക്സിൽ കരിയോയിൽ ഒഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടന്നു. വരും നാളുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഈ ഒരു സംഭവം വഴിവെക്കുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് വേണുവിൻ്റെ കുടുംബം. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. അതേസമയം ചികിത്സ കിട്ടാതെ മരിച്ച വേണു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായതിന്റെ ഇരയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സിസ്റ്റം തകർത്ത ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും VD സതീശൻ പറഞ്ഞു. ഒന്നാം നമ്പറെന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്കുണ്ടായ തിരിച്ചടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ വീഴ്ചയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ആരോഗ്യവകുപ്പും ഭരണ സംവിധാനങ്ങളും പരാജയപ്പെട്ടു. സർക്കാർ ആശുപത്രികളിൽ ദയനീയമായ സ്ഥിതിയാണെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പും ആരോഗ്യ രംഗത്തുള്ള അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും എപ്പോഴും നമുക്ക് ചർച്ചാ വിഷയം തന്നെയാണ്. അപ്പോഴും നമ്മൾ ഒന്നാം നമ്പറാണ്, അതുപോലെ ദാരിദ്ര്യമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ആരോഗ്യ മോഡൽ വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിലാണ് നമ്മൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികളുടെ സ്ഥിതി, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി അതിദയനീയമാണ്. വിദ്വേഷ അജണ്ടയിൽ മലപ്പുറത്തെക്കുറിച്ച് വീണ്ടും വിവാദ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം വിഭാഗത്തിന്റെ മത താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ മറ്റു മതവിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ജീവിക്കാനാകൂ. മതപരമായ ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരു ചായക്കട പോലും തുറക്കാൻ അനുവദിക്കില്ല. പലരും ഭയന്നിട്ടാണ് പറയാത്തതെന്നും
ഇതൊന്നും പറയാൻ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും തന്റെ ഇടമില്ലെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. മലപ്പുറം പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും വെള്ളാപ്പള്ളി ന്യൂസ് 18നോട് പറഞ്ഞു. മുസ്ലിങ്ങളുടെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ മതാചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു കട പോലും ഇവിടെ തുടങ്ങാൻ സാധിക്കുമോ? ജനാധിപത്യം എവിടെ ഇരിക്കുന്നത്? അവിടെ മതാധിപത്യമാണ്. അവിടെ അവരുടെ മതത്തെയും മതാചാരങ്ങൾക്കും അനിഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്ക് ഇവിടെ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ. ഇതൊരു പകല് പോലെ സത്യമല്ലേ? നിങ്ങൾ പറയാൻ ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്ക് തൻ്റെ ഇടമില്ലല്ലോ, ധൈര്യമില്ലല്ലോ. ഈ ബാക്കിയുള്ള കുറ്റം എന്തിനാ പറയണത്? എല്ലാവരുടെ മനസ്സിലുണ്ടത്, എല്ലാവരുടെ മനസ്സിലും അറിയാം. പക്ഷെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പറയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ. അവരുടെ ആചാരങ്ങൾ വരുമ്പോൾ ഒരാളൊരു ചായക്കട തോന്നിരിക്കാൻ ബന്ധുക്കളെ സമ്മതിക്കുമോ? എന്ത് നാട്ടിലും വഴക്കുണ്ടാക്കുക എല്ലാം അടപ്പിക്കല്ലേ. തദ്ദേശ പോരിനൊരുങ്ങി മുന്നണികൾ. തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. നേമം മണ്ഡലത്തിന്റെ ചുമതലയിൽ നിന്ന് KPCC ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് രാജിവെച്ചു. മണക്കാട് സുരേഷ് പരിഗണിച്ച പേര് വെട്ടി യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനെ നേമത്ത് സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. GV ഹരിക്ക് പകരം നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയിൽ ആദ്യമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനായതിന്റെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ് ക്യാമ്പ്. അതിനിടയിലാണ് നേമത്ത് നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ ഒരു വലിയ ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്. നേമം മണ്ഡലത്തിന്റെ കോർ കമ്മിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറിയായ മണക്കാട് സുരേഷിനായിരുന്നു. മണക്കാട് സുരേഷ് GV ഹരിയുടെ പേരാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരണമെന്ന് ആഗ്രഹിക്കുകയും മുമ്പോട്ട് വെക്കുകയും ചെയ്തത്. പക്ഷേ GV ഹരിയെ പരിഗണിക്കുന്നതിന് പകരം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലിയാണ് തർക്കം ഉടലെടുത്തത്. ആ തർക്കമാണ് ഇപ്പോൾ മണക്കാട് സുരേഷ് ഈ കോർ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന തരത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. രാജി തീരുമാനം അറിയിച്ചുകൊണ്ടുള്ള കത്ത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മണക്കാട് സുരേഷ് കൈമാറി കഴിഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള ഇടപെടലാകും കോൺഗ്രസ് നേതൃത്വം ഇനി നടത്തുകയെന്ന് ആണ് അറിയാനുള്ളത്. വലിയ പ്രതീക്ഷയോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ ശബരിനാഥനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മണക്കാട് സുരേഷിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ KPCC നേതൃത്വം തന്നെ അനുനയ നീക്കത്തിന്റെ ഭാഗമായി തർക്കം ഉണ്ടായിരിക്കുന്ന സ്ഥലങ്ങളിലെ നേതാക്കന്മാരുമായും സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിച്ച സീറ്റ് മോഹികളായ നേതാക്കന്മാരുമായി ഉൾപ്പെടെ ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് വേണ്ടിയ അനുനയ നീക്കം നടത്തുക. തിരുവനന്തപുരം നഗരസഭയിലെ 16 വാർഡുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി പ്രഖ്യാപിച്ചു. ആദ്യം 48 പേരുടെ പട്ടികയായിരുന്നു കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ച 15 പേരുകളെ ചൊല്ലി തർക്കം തുടരുന്നതിനിടെയാണ് മൂന്നാം സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കിയത്. തിരുവനന്തപുരം നഗരസഭയിൽ 75 സീറ്റിൽ CPM മത്സരിക്കും. 3 ഏരിയ സെക്രട്ടറിമാരും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ 2 പേരും 2 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും മത്സര രംഗത്തുണ്ടാകും. ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്നതിനെതിരെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. ചർച്ചകൾ പൂർത്തിയാക്കി CPM സ്ഥാനാർത്ഥികളെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ജില്ലാ കമ്മിറ്റി അംഗം SP ദീപക് പേട്ടയിൽ നിന്ന് ജനവിധി തേടും. മേയർ സ്ഥാനത്തേക്ക് CPM പ്രഥമ പരിഗണന നൽകുന്നത് ദീപക്കിനാകും. പുന്നയ്ക്കാമുകളിൽ മത്സരിക്കുന്ന RP ശിവജി, ജില്ലാ കമ്മിറ്റി അംഗവും ചാലയിലെ സ്ഥാനാർത്ഥിയുമായ SA സുന്ദർ, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ IP വിനു, വഞ്ചിയൂരിലെ സ്ഥാനാർത്ഥി വഞ്ചിയൂർ P ബാബു എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. വിളപ്പിൽ, വഞ്ചിയൂർ, പാളയം ഏരിയ സെക്രട്ടറിമാരാണ് മത്സരരംഗത്തുള്ളത്. ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കാനിറങ്ങുന്നതിനെതിരെ വലിയ വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. മാസങ്ങൾക്ക് മുമ്പ് മാത്രം പാർട്ടി സെക്രട്ടറിമാരായവർ എന്തിനാണ് കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കാനിറങ്ങുന്നത് എന്നായിരുന്നു ചോദ്യം. സംസ്ഥാന കമ്മിറ്റി ഇത് പുനഃപരിശോധിക്കണമെന്നും ആവശ്യമുയർന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദിന്റെ സാന്നിധ്യത്തിലായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗം. ജില്ലാ നേതൃത്വം അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക അതത് വാർഡ് കമ്മിറ്റികൾ വീണ്ടും പരിശോധിക്കും. എതിരഭിപ്രായമുണ്ടായാൽ ജില്ലാ കമ്മിറ്റി ഇടപെടും. പൗണ്ടുകടവ് ഉൾപ്പെടെയുള്ള വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ തർക്കമുണ്ട്. മേടയിൽ വിക്രമനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്തു വന്നു. ഇതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് തിങ്കളാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPMന്റെ തീരുമാനം. 75 സീറ്റിൽ CPMഉം 17 സീറ്റിൽ CPIയും മത്സരിക്കും.
കേരള കോൺഗ്രസ് എമ്മിന് 3, മറ്റു ഘടകകക്ഷികൾക്ക് ഓരോ സീറ്റുമാണ് നൽകിയത്. NCP ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് R. സതീഷ് കുമാറാണ് കണ്ണമ്മൂലയിലെ സ്ഥാനാർത്ഥി. ബാലരാമപുരം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗം SK പ്രീജയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കാനാണ് CPMന്റെ ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് നഗരസഭയിൽ ശക്തമായ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. നഗരസഭ നിലനിർത്താൻ BJPക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ്. പാർട്ടിയിലെ ആഭ്യന്തര പ്രതിസന്ധിയും നഗരസഭാ ഭരണത്തിനെതിരായ വികാരവും തിരിച്ചടിക്കുമോ എന്നാണ് ആശങ്ക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം പ്രതിഫലിച്ചാൽ കോൺഗ്രസിനും പ്രതിസന്ധിയാകും. കഴിഞ്ഞ 10 വർഷമായി BJP ഭരിക്കുന്ന നഗരസഭയാണ് പാലക്കാട്ടേത്. 28 സീറ്റെന്ന വ്യക്തമായ മെജോറിറ്റിയാണ് കഴിഞ്ഞ തവണ BJPക്കുള്ളത്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുമ്പോൾ BJPയുടെ മുമ്പിലെ വെല്ലുവിളി പാർട്ടിക്കുള്ളിലെ കലഹങ്ങളെ അതിജീവിച്ച് ഭരണം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ വികസനം മുന്നിക്കൊണ്ട് തന്നെയാണ് 3 പാർട്ടികളും, അതായത് UDFും LDFും BJPയും പ്രചരണ രംഗത്തുള്ളതെങ്കിലും ഇവിടെ നിർണായകമാവുക BJPയിലെ ആഭ്യന്തര കലഹം തന്നെയായിരിക്കും. കാരണം C. കൃഷ്ണകുമാർ വിഭാഗവും മറുവശത്ത് ശിവരാജനും പ്രമീള അടക്കമുള്ള മുതിർന്ന നേതാക്കളുള്ള മറുവിഭാഗവുമാണുള്ളത്. സ്വാഭാവികമായിട്ടും ഈ BJPയിലെ ഈ ഒരു കലഹം അത് എങ്ങനെ BJPക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ ചർച്ചയിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. C. കൃഷ്ണകുമാർ ഭാഗത്തെ പരിഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ശിവരാജനടക്കമുള്ള മറുവശത്തുള്ള നേതാക്കൾ അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തും. ഒരുപക്ഷെ അത് വരും ദിവസങ്ങളിൽ കൂടുതൽ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യവും തീർക്കും. ഇന്ന് സ്ഥിതി വളരെ വളരെ വ്യത്യസ്തമാണ്. ഏറ്റവും സുതാര്യമായ രീതിയിൽ പാലക്കാട് നഗരസഭാ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടം. പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഭരണം തുടരും എന്ന് തന്നെയാണ്. കാരണം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു, ഒരു അഴിമതി രഹിത ഭരണം വേണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരണം. ഇത് മുതലെടുക്കുവാനാണ് കോൺഗ്രസിന്റെ ഭാഗത്തുള്ള ശ്രമങ്ങൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതാണ്. പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പാർട്ടിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് പരിപാടികളിൽ പങ്കെടുത്തിരുന്നത്. ഇത് C. കൃഷ്ണകുമാർ ഭാഗത്തിന് വലിയ തോതിൽ തന്നെ അമർഷമുണ്ടാക്കിയിരുന്നു. അവർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. പക്ഷേ നിലവിൽ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയ സാഹചര്യത്തിൽ വലിയ നടപടികളിലേക്ക് പാർട്ടി മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ഇത് വരും ദിവസങ്ങളിൽ ഏതെല്ലാം തരത്തിലാകും സ്വാധീനം ചെലുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് മുതലെടുത്തുകൊണ്ട് ഇവിടെ കൂടുതൽ സീറ്റുകൾ നേടാനാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊരു ശ്രമം. അതായത് BJPയിലെ അതൃപ്തരെ ഒപ്പം നിർത്തിക്കൊണ്ട് ഭരണത്തിലേക്ക് എത്തുവാൻ ആണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം. എന്താണ് വികസനം ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്? UDF ഭൂരിപക്ഷ സീറ്റ് 28 സീറ്റ് 30 സീറ്റിനുള്ളിൽ UDFിന്റെ ഭരണം. കാരണം ഇവിടെ ഞങ്ങൾ ഭരിക്കാൻ ഇറങ്ങിച്ചെല്ലാനാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും UDF ഭരണത്തിൽ വന്ന് പാലക്കാട് നഗരസഭയെ രക്ഷിക്കുക എന്നുള്ളതാണ്. മറുവശത്ത് LDF ആകട്ടെ വികസനം മുൻനിർത്തിയുള്ള പ്രചാരണത്തിലേക്കാണ് അവർ ശ്രദ്ധ ഊന്നുന്നത്. കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഒന്നും തന്നെ പാലക്കാട് വേണ്ട പോലെ വന്നിട്ടില്ല. 10 വർഷമായി വികസനം ഒന്നും നടന്നിട്ടില്ല എന്ന കാര്യവും, അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് LDF പ്രധാനമായിട്ടും ഇവിടെ പ്രചരണത്തിന് വിഷയമാക്കുന്നത്. LDFന് നിലവിൽ അവിടെ വളരെ കുറഞ്ഞ സാധ്യതകളാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. പക്ഷേ അതിനപ്പുറം നേടുവാൻ ഇപ്പോൾ ഈ പാലക്കാട് കൊണ്ടുവന്ന വികസനങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയാണെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേടാനാണ് LDFിൻ്റെ നീക്കം. UDFും അതേപോലെ തന്നെ BJPയും അവർ ഈ നാടിനെ നയിക്കാൻ പ്രാപ്തരല്ല എന്ന് പാലക്കാട് ജനത തിരിച്ചറിയുകയും വലിയ തോതിൽ ഇടതുപക്ഷത്തിന് പിന്തുണ ആർജിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പാലക്കാട് നഗരസഭ LDF തിരിച്ചു പിടിക്കും എന്ന് മാത്രമല്ല, LDFിൻ്റെ ഭരണത്തിന് കീഴിൽ ഞങ്ങൾ സമയബന്ധിതമായി, ഞങ്ങൾ വയ്ക്കുന്ന മാനിഫെസ്റ്റോ പോലും അതാണ്, 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന പദ്ധതികൾ തന്നെ ജനങ്ങൾ മുമ്പാകെ അവതരിപ്പിച്ച് ആ പദ്ധതി കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സഹായ സഹകരണത്തോടുകൂടി നടത്തും. എന്താണെങ്കിലും BJPയിലെ ആഭ്യന്തര കലഹം തന്നെയായിരിക്കും വികസനവാദങ്ങളെക്കാൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുക. CB അനുമോദ്, ന്യൂസ് 18. ആദ്യഘട്ടം വിധി എഴുതി ബീഹാർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. ബെഗുസരായ്, ഗോപാൽഗഞ്ച് മണ്ഡലങ്ങളിലാണ് വോട്ടിംഗ് ശതമാനത്തിൽ മുന്നിൽ. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ്, മഹാസഖ്യത്തിന്റെ മുഖ്യ സ്ഥാനാർത്ഥി തേജസ്വി യാദവ് തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. ഭരണ തുടർച്ചയെന്ന് നിതീഷും മാറ്റമുറപ്പെന്ന് ലാലുവും പ്രതികരിച്ചു. बदलाव होगा।
ये बिहार के लोगों से यही अपील है कि मतदान केंद्र जाएं, अपने वर्तमान भविष्य को देखते हुए वोट दें। नौकरी, रोजगार, कारखाने बिहार में खुले, अच्छी शिक्षा चिकित्सा हो, पढ़ाई दवाई कमाई की जो बात करे उसको जो है मतदान करे। यही हम सब लोगों से अपील करना चाहते हैं। उम्मीद क्या है सर? उम्मीद हम लोग जीतेंगे, सब लोग जीतेंगे, बिहार जीतेगा। 18 तारीख को बदलेंगे सरकार, 18 तारीख को बदलेंगे सरकार, 14 को नई सरकार मिलने वाली है। വലിയ ആത്മവിശ്വാസമാണ് മഹാസഖ്യം അവിടെ വെച്ച് പുലർത്തുന്നത്. എന്തായാലും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉൾപ്പെടെ ആണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടിയത്. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനു, ഭേദപ്പെട്ട പോളിംഗ് ആണ് ബീഹാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 64% വോട്ടിംഗ് നടന്നു എന്ന വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നു. 7 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത് മാറ്റത്തിനായാണോ? അങ്ങനെയുള്ള അവകാശവാദങ്ങൾ മഹാസഖ്യം ഉയർത്തുന്നു. രേണുക സൂചിപ്പിച്ചതുപോലെ വോട്ടിംഗ് നല്ല തോതിൽ കഴിഞ്ഞ തവണത്തേക്കോട് താരതമ്യം ചെയ്യുമ്പോൾ നല്ല തോതിൽ ഉയർന്നു എന്ന് കാണാൻ കഴിയും. ഒടുവിലത്തെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് 64% വോട്ട് രേഖപ്പെടുത്തിയെന്നാണ്. 64.07% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിന് കണക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് 65-ലേക്ക് എത്താം അന്തിമ കണക്കുകൾ ലഭിക്കുമ്പോൾ എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ബേഗുസരായ് തന്നെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പേർ അവിടെ വോട്ടവകാശം രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 69%-ലധികം ആളുകൾ ബേഗുസരായിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നു. ഒപ്പം മുസഫർപൂറിലും വലിയ തോതിൽ ഏറ്റവും ഒടുവിൽ കണക്ക് വരുമ്പോൾ അവിടെ 70% കടന്നു. 70.96% പോളിംഗ് അവിടെ രേഖപ്പെടുത്തി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഇത് അടുത്തൊരു കണക്ക് കൂടി വരുന്നുണ്ട്. സമസ്തിപൂറിൽ നിന്നുള്ള കണക്കുകൾ കാണിക്കുന്നത് അവിടെയും 70% പോളിംഗ് കടന്നു എന്നതാണ്. അപ്പോൾ ബേഗുസരായാണ് ആദ്യഘട്ടങ്ങളിൽ മുന്നിൽ നിന്നെങ്കിൽ ഏറ്റവും ഒടുവിൽ എനിക്ക് ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് മുസഫർപൂറും സമസ്തിപൂറും 70% കടന്നിരിക്കുന്നു. ബേഗുസരായിലും 70% കടക്കും എന്നാണ് മനസ്സിലാകുകയും ചെയ്യുന്നത്. ഏതായാലും പറ്റ്ന നഗരത്തിലാണ് വോട്ടിംഗ് ശതമാനം കുറച്ച് കുറവ് എന്ന് തോന്നുന്നു. ഏതായാലും പ്രമുഖരൊക്കെ ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം. വിജയ്കുമാർ സിൻഹ BJPയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അവിടെ വോട്ടിങ്ങിനെത്തി. അദ്ദേഹത്തിന് നേരെ ആൾക്കൂട്ടം പാഞ്ഞെടുക്കുകയും ചെരിപ്പെറിയുകയും ചില ഗോഗോ വിളികൾ അല്ലെങ്കിൽ മൂർദാബാദ് വിളികളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഇത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. മാത്രമല്ല അദ്ദേഹം അവിടുത്തെ RJD നേതാക്കളുമായി നേരിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. അത് വലിയ തർക്കങ്ങളും കോലാഹലങ്ങളും ഒക്കെ സൃഷ്ടിക്കുകയും ചെയ്തു. ഏതായാലും ലാലുവിൻ്റെ മറ്റൊരു മകൻ ലാലുവുമായി പിണങ്ങി നിൽക്കുന്ന തീർച്ചയായും മനു, ആ ദൃശ്യങ്ങളൊന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. വലിയ വാഗ്വാദത്തിലേക്കാണ് ഇരുപക്ഷവും എത്തിയത്. बॉडीगार्ड भी दारू पी ले। अरे दारू पी हंगामा किसको चक्कर बाव दे रहे हैं। ये राजद का एमएलसी हो गया है। राजद का दारू पी के हंगामा कर रहा है। तुम बुरा जमाना जात हो गया। कहाँ प्रशासन दारू पी के हंगामा कर रहा है बूथ पर जाकर के। വോട്ടെടുപ്പ് ദിവസമാണ് ഇങ്ങനെ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നത്. വാഹന വ്യൂഹത്തെ പ്രധാന RJD പ്രവർത്തകർ ആക്രമിച്ചു എന്ന ആരോപണവുമായിട്ടാണ് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹ രംഗത്ത് വന്നത്. ലഖിസരായിൽ നടന്ന സംഭവത്തിൽ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും BJP വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയ്കുമാർ സിൻഹയും RJD MLC അജയ് കുമാറും തമ്മിൽ നടന്ന വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മനു, തുടർന്നോളൂ. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം വാക്കേറ്റത്തിൻ്റെ ദൃശ്യങ്ങൾ അവിടെ നിന്ന് പ്രകടമായി. ഒപ്പം പലയിടങ്ങളിലും വലിയ തോതിൽ സംഘർഷങ്ങൾ ഉണ്ടായില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്നു. ഇപ്പോൾ പോലീസ് മേധാവി അവിടെ നിന്ന് പറയുന്നത് കാര്യമായി സാധാരണ ബീഹാറിൽ ഉണ്ടാകുന്നത് പോലെയുള്ള വെടിവെപ്പുകളോ അത്തരം പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പോളിംഗ് സ്വതവേ ശാന്തമാണ് എന്ന ഒരു സന്ദേശം അവിടെ നൽകുന്നു. ഏതായാലും നിരവധി പ്രമുഖർ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തുമ്പോൾ നിരവധി പ്രമുഖരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. അതിൽ ഒരു താര സ്ഥാനാർത്ഥി എന്നത് മൈഥിലി താക്കൂറാണ്. അലിനഗറിൽ നിന്ന് മത്സരിക്കുന്ന ഒരു ഗായികയാണ് മൈഥിലി താക്കൂർ. അവിടെ BJP ആദ്യമായി ഒരു പുതുമുഖത്തെ അവരെ ആദ്യമായി അവിടെ കളത്തിലിറക്കുന്നു. അങ്ങനെയുള്ള ചില പ്രമുഖർ, ചില താര സ്ഥാനാർത്ഥികളുടെ ഒരു മത്സരം ഇന്ന് ശ്രദ്ധേയമായി. BJPയുടെ മുതിർന്ന നേതാവ് സാമ്രാട്ട് ചൗധരി, BJP അതായത് ഈ സർക്കാരിലെ ഉപമുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയാണ് അദ്ദേഹവും, അതുപോലെ വിനയ് കുമാർ സിനി, അവർ രണ്ടുപേരും അവിടെ ഇന്ന് അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. നരേന്ദ്രമോദി ഇന്ന് 2 ഇടങ്ങളിൽ, 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലൊക്കെ പ്രചരണത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കുന്നത് വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി BJP NDA സഖ്യം അവിടെ അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം മറുപക്ഷവും വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയാണ്. ഏതായാലും 14-ാം തീയതി 11 മണിയോടുകൂടി ഈ പ്രതിപക്ഷത്തിൻ്റെ കട അടയ്ക്കും എന്ന തരത്തിലാണ് അമിത്ഷാ റാലികളിൽ ഇന്ന് സംസാരിച്ചത്. ശരി, എന്തായാലും വലിയ ആത്മവിശ്വാസമാണ്. വീറുട്ട മത്സരമാണ് ബീഹാറിൽ നടക്കുന്നത്. ഇരുപക്ഷവും വലിയ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നു. ആദ്യഘട്ടം എന്തായാലും റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബീഹാറിനെ സംബന്ധിച്ച്. വോട്ട് ചോരി ആരോപണം വീണ്ടും ഉന്നയിച്ച് രാഹുൽ ഗാന്ധി ഇന്ന് ആദ്യഘട്ട പോളിംഗ് നടന്ന ബീഹാറിലാണ് ആരോപണം ആവർത്തിച്ചത്. ഹരിയാനയിൽ ഓരോ 8 വോട്ടിനും ഒരു കള്ളവോട്ടെന്ന തരത്തിൽ തിരിമറി നടന്നുവെന്ന രാഹുലിന്റെ ആരോപണത്തിന് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടില്ല. തന്റെ ചിത്രം ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ വന്നതിനെക്കുറിച്ച് ഇത് എന്തൊരു ഭ്രാന്താണെന്നാണ് ബ്രസീലിലെ മോഡൽ ലാരിസ പ്രതികരിച്ചത്. വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, 3ാമത്തെ വാർത്താ സമ്മേളനമാണ് രാഹുൽ ഇന്നലെ നടത്തിയത്. അതിഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. കഴിഞ്ഞ 2 തവണകളിൽ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തുവിട്ടതെങ്കിൽ ഇത് ഒരു സംസ്ഥാനത്തിന്റെ ഫലം എങ്ങനെ അട്ടിമറിച്ചു എന്നതിന്റെ തെളിവ് സഹിതമുള്ള വിവരങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുകയായിരുന്നു. 2ാമത്തെ ദിവസവും തിരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ല. എങ്ങനെ വേണം ഇതിനെ നോക്കിക്കാണാൻ? ഇനി കൂടുതൽ പ്രതിഷേധ പരിപാടികൾ, ഈ വോട്ട് ചോരി കൂടുതൽ ശക്തമായി ഉന്നയിക്കാൻ കോൺഗ്രസ് തീരുമാനമെടുത്തു എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ഇന്ന് ആദ്യഘട്ട പോളിംഗ് നടന്ന ബീഹാറിലാണ് രാഹുൽ ഗാന്ധി വീണ്ടും ആരോപണം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം ഹരിയാനയുമായി ബന്ധപ്പെട്ട ഈ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ് വീണ്ടും ഈ ആരോപണം ഉന്നയിച്ചത്. ഇതിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 8 വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതിൽ 1 വോട്ട് കള്ളവോട്ടായി വരുന്നു. ആ തരത്തിൽ ഏതാണ്ട് 25 ലക്ഷത്തോളം വോട്ടിൻ്റെ വ്യത്യാസമാണ് ഹരിയാനയിൽ ഉണ്ടായത്. ഇത് ഹരിയാനയിൽ മാത്രമല്ല, ബീഹാറിൽ സംഭവിക്കുന്നു, മധ്യപ്രദേശിൽ സംഭവിക്കുന്നു, ഹരിയാനയിൽ സംഭവിക്കുന്നു, മറ്റ് പല സംസ്ഥാനങ്ങളിലും. ഏതെങ്കിലും മണ്ഡലങ്ങളോ മാത്രമല്ല, സംസ്ഥാനങ്ങളെ തന്നെ ഇങ്ങനെ വോട്ട് കള്ളത്തരത്തിലൂടെ BJP സ്വന്തമാക്കുന്നു എന്ന വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. പക്ഷേ കൃത്യമായ ഒരു മറുപടി ഇതിന് നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനൗദ്യോഗികമായാണ് കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ പറഞ്ഞത്. അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ പറഞ്ഞതിന് സമാനമായ കാര്യങ്ങൾ. എന്തുകൊണ്ട് ആ സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തില്ല? അവിടെ ഉണ്ടായിരുന്ന ബൂത്ത് ഏജന്റുമാർ എന്തുകൊണ്ട് ഇത് കണ്ടെത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. മോഡൽ, രാജ്യത്തിന് പുറത്തുള്ള ഒരു മോഡൽ 23ഓളം വോട്ടുകൾ ഒരേ സ്ഥലത്ത് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പുറത്തു വന്നത്. ബ്രസീലിൽ നിന്നുള്ള മോഡലാണ്. അവർ ഇന്ന് ഈ കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്തൊരു ഭ്രാന്താണ് നടക്കുന്നതെന്നാണ്. കാരണം വലിയ പരിഹാസത്തോടു കൂടിയാണ് ആ മോഡലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാകുന്നത്. താൻ വന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് എങ്ങനെയാണ് തൻ്റെ പേരിൽ ഇത്രമാത്രം വോട്ടുകൾ എന്നത്, സ്വീറ്റി എന്നും സരസ്വതി എന്നും ഒക്കെ ഉള്ള പേരുകളിൽ ഇങ്ങനെ ആളുകൾ എങ്ങനെ വോട്ട് ചെയ്തു എന്ന ചോദ്യമാണ്. ഈ 23 വോട്ടിൽ 3 പേർ വോട്ട് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ആ ആളുകൾ ഉള്ളതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളവരാരാണെന്നുള്ളത് വ്യക്തമല്ല. മാത്രമല്ല, ഹരിയാനയിൽ BJP ഉപാധ്യക്ഷൻ്റെ വീട്ടിൽ നിന്ന് 56 വോട്ടുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ വിശദീകരണം വരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, വലിയ കൂട്ടുകുടുംബമാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ഈ വോട്ട് ചെയ്തതെന്ന വിവരമാണ് പറയുന്നത്. മറ്റൊന്ന്, ഒരു അഡ്രസ്സിൽ നിന്ന് തന്നെ 500-ലധികം ആളുകൾ, ഒരു വീട്ടു നമ്പറിൽ നിന്ന് 500-ലധികം ആളുകൾ വോട്ട് ചെയ്ത സംഭവം. അവിടെയും വിശദീകരണം പറയുന്നത് ഏതാണ്ട് 5 ഏക്കറോളം ഉണ്ടായിരുന്ന ഭൂമി പല കുടുംബാംഗങ്ങൾക്കായി വീതിച്ച് നൽകി. പക്ഷേ ഇവർക്കെല്ലാം കൂടി ചേർത്ത് ഒറ്റ വീട്ടു നമ്പറാണ്. അതുകൊണ്ടാണ് അവർക്കങ്ങനെ വോട്ട് ചെയ്യേണ്ടി വന്നതെന്ന ചില ബാലിശമായ കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിശദീകരണമായി വരുന്നത്. പക്ഷേ കൃത്യമായ ഒരു മറുപടി, എങ്ങനെയാണ് ഈ ചിത്രങ്ങളൊക്കെ മാറി വരുന്നത്, മറ്റു രാജ്യത്തുള്ള മോഡലിൻ്റെ ചിത്രമൊക്കെ ഇന്ത്യയുടെ വോട്ടർ പട്ടികയുടെ ഭാഗമായി എങ്ങനെ വന്നു ചേർന്നു എന്നതിനൊന്നും കൃത്യമായ ഉത്തരം ഇതുവരെ ഉണ്ടായിട്ടില്ല. വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ന്യൂസ് അറ്റ് 9 തുടരുന്നു. എന്തിനീ ക്രൂരത? അങ്കമാലിയിലെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അമ്മുമ്മ കുറ്റം സമ്മതിച്ചു. കുടുംബത്തോട് ദേഷ്യം തോന്നിയപ്പോൾ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് മൊഴി. അങ്കമാലി പോലീസിന്റെ ചോദ്യം ചെയ്യലിനിടെയാണ് അമ്മുമ്മ റോസിലിയുടെ കുറ്റസമ്മതം. 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്ന കേസിൽ അമ്മുമ്മയുടെ അറസ്റ്റ് നേരത്തെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അങ്കമാലി പോലീസ് ആശുപത്രിയിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കുട്ടിയുടെ കഴുത്ത് മുറിക്കാൻ ഉപയോഗിച്ച കത്തി വീടിനകത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു.
ഡാനി പോളിന്റെ റിപ്പോർട്ട്. അങ്കമാലിയിൽ 6 മാസം പ്രായമുള്ള പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. രാവിലെ കുട്ടിയുടെ അമ്മൂമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. കുട്ടിയുടെ അമ്മൂമ്മ ഇന്നലെ മുതൽ തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അവർ ആശുപത്രിയിലായിരുന്നു, പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇതിൽ അമ്മൂമ്മ കുറ്റം സമ്മതിച്ചതായാണ് പോലീസിൽ കുറ്റസമ്മത മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കുടുംബത്തോടുള്ള ദേഷ്യം കൊണ്ട് താനത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവർ മാനസിക ഭ്രാന്തി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരാളാണ്. വിഷാദ രോഗത്തിനടക്കം മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരിങ്ങനെ ചികിത്സയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ മൊഴികൾക്ക് ഈ രീതിയിൽ തന്നെയാണ് പോലീസ് അത് കണക്കിലെടുത്തിരിക്കുന്നത്. നിലവിൽ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെല്ലാം വകുപ്പുകൾ വേണം എന്നതടക്കം, പ്രത്യേകിച്ച് ഈ രോഗാവസ്ഥയടക്കം അതിലേക്ക് പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഏതെല്ലാം വകുപ്പുകളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതടക്കം മുതിർന്ന ഉദ്യോഗസ്ഥർ ചേർന്നായിരിക്കും അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുക. ഇവരെ കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ഇത്തരം നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടിയുടെ അമ്മ കുട്ടിയുടെ അമ്മൂമ്മയുടെ സമീപം ഉറക്കാൻ കിടത്തിയിട്ട് അടുക്കള ജോലിക്ക് നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് കരച്ചിൽ കേട്ട് ഇവിടേക്ക് വരികയും ചോരയിൽ കുളിച്ച് കിടക്കുന്ന കുട്ടിയെ കാണുകയും ചെയ്യുന്നത്. ആദ്യം ഇതെന്തെന്ന് മനസ്സിലായില്ല. പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അമ്മൂമ്മയും അബോധാവസ്ഥയിലേക്കാവുന്ന ഒരവസ്ഥ വന്നു. അവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്യുമ്പോഴാണ് ഇതൊരു കഴുത്ത് കുട്ടിയുടെ മുറിപ്പെടുത്തിയതാണ് എന്ന വിവരം മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ ഒരു സംശയമാണ് പിന്നീട് പോലീസിലേക്ക് വിവരം അറിയിച്ചത്. പോലീസ് ഫോറൻസിക് വിഭാഗത്തിൽ പരിശോധന നടത്തുകയും കുട്ടിയുടെ കഴുത്ത് മുറിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി അടക്കം കണ്ടെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം ഈ സംഭവം വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം ഉച്ചയോടുകൂടി വിട്ടുകൊടുക്കുകയും വൈകിട്ട് അങ്കമാലി ഇടക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലാണ്, അവിടെ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകളടക്കം നടന്നത്. വീട്ടിൽ കറുകുറ്റിയിലെ വീട്ടിൽ പൊതുദർശനത്തിൽ വെച്ച കുട്ടിയുടെ മൃതദേഹത്തിൽ വലിയ രീതിയിൽ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒത്തിരി പേര് അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ ആഴത്തിൽ മുറിപ്പെടുത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ആൻ്റണി റൂത്ത് ദമ്പതികളുടെ ഇളയ കുട്ടിയാണ്, 6 മാസം പ്രായമുള്ള കുട്ടിയാണ് മരണപ്പെട്ടത്. ഇതിൽ അവരുടെ മൂത്ത മകൻ 4 വയസ്സുകാരനായ ഡാനിയുടെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ ദിവസത്തിൽ തന്നെയാണ് ഈ കുടുംബത്തിന് ദാരുണമായ ഈ സംഭവം കൂടി വീട്ടിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഇതിനുശേഷം പോലീസ് മറ്റ് നടപടികളിലേക്ക്, കാരണം ഇതൊരു കൊലപാതകം തന്നെയാണ്, അതുകൊണ്ട് ആ നടപടികളിലേക്കടക്കം പോലീസ് കടന്നിരിക്കുന്നവർക്ക് മാനസിക വിഭ്രാന്തി അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പോലും മറ്റ് നിയമ നടപടികളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മൂമ്മയെ കഴിഞ്ഞ ദിവസം പോലീസ് ആശുപത്രിയിലാക്കുകയും കസ്റ്റഡിയിൽ വയ്ക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും തുടർന്ന് രാവിലെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടികളിലേക്ക് പോലീസ് ഇപ്പോൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. വർക്കലയിൽ കേരള എക്സ്പ്രസിൽ 19-കാരി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. നിലവിൽ റെയിൽവേ പോലീസും RPFും കേസ് അന്വേഷിക്കുന്നുണ്ട്. ആക്രമണ സമയത്ത് 10ഓളം പേരാണ് കേരള എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിലുണ്ടായിരുന്നത്. ഇതിൽ 7 പേർ സംഭവത്തിന്റെ സാക്ഷികളാണ്. ഇതിൽ ഒരാൾ കഴിഞ്ഞ ദിവസം പോലീസിൽ മൊഴി നൽകി. കൂടുതൽ സാക്ഷികളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ശ്രീകുട്ടിക്ക് പ്രതീക്ഷിച്ച ഉണർവുണ്ടായിട്ടില്ലെന്നും വീണ്ടും CT സ്കാനിന് വിധേയമാക്കുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി. ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ മുൻ കമ്മീഷണർ അറസ്റ്റിലായിരിക്കുന്നു. KS ബൈജു ആണ് അറസ്റ്റിലായത്. കേസിലെ 7ാം പ്രതിയാണ് ബൈജു. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, കോടതിയുടെ കടുത്ത വിമർശനത്തിന് പിന്നാലെ കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുൻ തിരുവാഭരണ കമ്മീഷണർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 4ാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈജുവിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വരുന്നുണ്ടായിരുന്നുവെങ്കിലും എപ്പോഴാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അത് മാത്രവുമല്ല,
എൻ വാസുവിന്റെ കാര്യത്തിൽ വാസുവിനെ വിശദമായി വീണ്ടും ചോദ്യം ചെയ്തതിനു ശേഷമേ ഒരു പക്ഷേ ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സൂചനകൾ. പക്ഷേ അത് തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മുൻ തിരുവാഭരണ കമ്മീഷണറെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതായത് ഇവരുടെ അറിവോടെയാണ്, ഈ ഉദ്യോഗസ്ഥരുടെ മുഴുവൻ അറിവോടെയാണ് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറുകയും അതിലെ സ്വർണം ഉരുക്കി മാറ്റിയതിൽ കൃത്യമായി ഈ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തൽ. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ബൈജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈജുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനായി കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് എന്നാണ് വിവരം. എവിടെ വെച്ച് എങ്ങനെ അറസ്റ്റ് ഉണ്ടായി, ഇപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടോ ഡാൻ? മാത്രവുമല്ല, എൻ വാസുവിന്റെ അറസ്റ്റ് വൈകുന്നു എന്നൊരു ആരോപണം പരക്കെയുണ്ട്. പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിൽ അതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ SIT മടിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വാസുവിന്റെ അറസ്റ്റ് വൈകുന്നത്? അതോ അതിലും ഉടൻ നടപടികൾ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കണമെന്ന കാര്യം ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന SP ശശിധരനും ക്രൈംബ്രാഞ്ച് മേധാവി ADGP H വെങ്കടേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നീക്കങ്ങളും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ വാസുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്യുകയുള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എടുത്തു പറയേണ്ട കാര്യം, ഈ ബൈജുവിനെ കൂടി അറസ്റ്റ് ചെയ്തതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ കോടതിയിൽ ഹാജരാക്കി ബൈജുവിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം തുടർ നടപടികളുടെ ഭാഗമായി അന്വേഷണ സംഘം ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്ന പ്രതികളുമായി ഒരുപക്ഷെ തെളിവെടുപ്പിന്റെ ഭാഗമായി ശബരിമലയിൽ എത്താനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും വളരെ പെട്ടെന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട FIR-ൽ പേര് പറഞ്ഞിരിക്കുന്ന ദേവസ്വം ബോർഡിലെ മറ്റ് ജീവനക്കാരെ കൂടി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന നീക്കങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതേസമയം എൻ വാസുവിന്റെ അറസ്റ്റ് വൈകുന്നതിനെതിരെ രാഷ്ട്രീയമായ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ഇപ്പോൾ വൈകുന്നതെന്നും അത് എപ്പോൾ വേണമെന്ന കാര്യം കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ശരി, എന്തായാലും തിരുവാഭരണം മുൻ കമ്മീഷണറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. 7ാം പ്രതിയാണ് ഈ കേസിൽ. ദ്വാരപാളികൾ കടത്തിയ കേസിൽ ആ സമയത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജു ചുമതലയിൽ വീഴ്ച വരുത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായില്ല, അതിന് നിർവഹിക്കേണ്ട ചുമതലകൾ നിർവഹിച്ചില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് പോകുന്നത്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുന്നു ഈ വിഷയത്തിൽ എന്നതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരുവല്ലയിൽ 19-കാരിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യു ആണ് പ്രതി. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി 2 ശിക്ഷ വിധിച്ചത്. 2019 മാർച്ച് 12-നാണ് അയിരൂർ സ്വദേശിനി കവിതയെ കൊലപ്പെടുത്തിയത്. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച തൃശൂർ തളിക്കുളത്തെ അനീഷ അഷ്റഫിന് 10ാം തരം തുല്യതാ പരീക്ഷ വീട്ടിലിരുന്ന് എഴുതുന്നതിന് പ്രത്യേക അനുമതി നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. പ്രത്യേക കേസായി പരിഗണിച്ചാണ് അനുമതി നൽകിയതെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. പേശികൾ ക്രമേണ നശിക്കുന്ന മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച വ്യക്തിയാണ് 32 വയസ്സുള്ള അനീഷ അഷ്റഫ്. 8ാം വയസ്സിൽ രോഗം പിടിപെടുകയും 11 വയസ്സായപ്പോഴേക്കും നടക്കാൻ കഴിയാതെ പഠനം ഉപേക്ഷിക്കേണ്ടിയും വന്നിരുന്നു. സന്തോഷമായില്ലേ? അപ്പൊ പരീക്ഷ എഴുതുക. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുന്നത്. ഒരു അനുകൂലമായ തീരുമാനം നമുക്ക് എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് എല്ലാ തീരുമാനങ്ങളും ഈ നിലയിൽ തന്നെയാണ്. നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക, അസുഖമൊക്കെ ഭേദമാകട്ടെ. ഇനി കാണാം പഞ്ച് ഡയലോഗ്. ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സോഹ്റാൻ മംദാനിയുടെ വിക്ടറി പ്രസംഗം ലോകമെമ്പാടും വലിയ ചർച്ചയാണ്. കുടിയേറ്റ വിഷയത്തിൽ ട്രംപിന് മംദാനി നൽകിയ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ്. മംദാനിയുടെ ആ വാക്കുകളാണ് ഇന്ന് പഞ്ച് ഡയലോഗിൽ.
New York will remain a city of immigrants, a city built by immigrants, powered by immigrants, and as of tonight, led by an immigrant. After all, the conventional wisdom would tell you that I am far from the perfect candidate. I am young, despite my best efforts to grow older. I am Muslim. I am a democratic socialist. And most damning of all, I refuse to apologize for any of this. ഇനി കാണാം മുകളിൽ ഒരാളുണ്ട്. തിരുവനന്തപുരം ആറ്റിങ്ങൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പട്ടാപ്പകൽ മോഷണം. ഇന്ന് വൈകിട്ട് 4:30 ബസ് സ്റ്റാൻഡിനകത്ത് പ്രവർത്തിക്കുന്ന കടയിലായിരുന്നു സംഭവം. കടയുടമ പുറത്തുപോയ സമയത്ത് മൊബൈൽ ഫോണും പണവും കവരുകയായിരുന്നു. മോഷണ ദൃശ്യം സമീപത്തെ മൊബൈൽ കടയിലെ CCTVയിൽ പതിഞ്ഞു. സംഭവത്തിൽ ആറ്റിങ്ങൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതോടെ ന്യൂസ് സെറ്റ് 9 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പട്രോൾ കാണാം. ടോം കുര്യാക്കോസ് ചേരും ഇടവേളയ്ക്ക് ശേഷം.